ഈശ്വരൻ സാകാരനാണോ നിരാകാരനാണോ എന്നൊക്കെ നമ്മൾ തർക്കിക്കാറുണ്ട്. അമ്മ എപ്പോഴും പറയാറുണ്ട്, നിർഗുണം സഗുണം എന്നൊന്നും ചിന്തിക്കേണ്ട, രണ്ടും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. ഒരു സമുദ്രത്തിൽ ചില ഭാഗങ്ങൾ ഐസ് കട്ടയാവുന്നു, സാന്ദ്രീഭവിക്കുന്നു. അതുകൊണ്ടത് സമുദ്രത്തിൽ നിന്ന് ഭിന്നമാവുന്നില്ല. കടൽ ജലം ആവിയായി ആകാശത്തെ പ്രാപിക്കുന്നു. അവിടെ ഘനീഭവിച്ച് മഴമേഘമാകുന്നു, അത് വർഷം ചൊരിയുന്നു. അതുപോലെ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഒരു രൂപം പ്രാപിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ദോഷമൊന്നും സംഭവിക്കുന്നില്ല. അവർ പരമാത്മാവിന് തത്തുല്യരായ ആൾക്കാർ തന്നെയാണ്. അതുപോലെ നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി മഹാപുരുഷന്മാർ, സാക്ഷാത് പരമാത്മാവ് തന്നെ ഒരു രൂപം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ അവതരിക്കുന്നു. ഭാരതത്തിൽ പ്രചാരത്തിലുള്ള എത്രയോ സഹസ്രനാമങ്ങളുണ്ട്. അതിലേറ്റവും പ്രചാരമുള്ളത് വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ഗണപതി സഹസ്രനാമം, ശ്രീ ലളിതാ സഹസ്രനാമം എന്നുള്ളവയാണ്. ഗംഗ, കാളിക, ഗായത്രി, സരസ്വതി, സീത, ശ്യാമള, രാജേശ്വരി, ഭവാനി, ബാല, പാർവതി, മീനാക്ഷി, രാധിക, ലളിത, ദുർഗ, ലക്ഷ്മി എന്നൊക്കെ നിരവധി സഹസ്രനാമങ്ങളുണ്ട്. ഈ സഹസ്രനാമങ്ങളിൽ വെച്ച് ഏറ്റവും സുപ്രസിദ്ധമാണ് ശ്രീ ലളിതാ സഹസ്രനാമം. ലളിത എന്ന് വെച്ചാൽ വളരെ സരളം എന്നൊരർത്ഥം, ലളിതേതി സുന്ദരം എന്ന് മറ്റൊരർത്ഥം. ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ ഒരു ദേവിയാണ് എന്ന് സൂചന. ലലനാഥ് ലളിത, നമ്മുടെ കൂടെ, നമ്മുടെ ഒപ്പം നമ്മളെപ്പോലെ തന്നെ എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് കളിക്കുന്നു. നമുക്ക് അമ്മയുടെ ഗൗരവം ഒട്ടും പുറത്ത് കാണിക്കാതെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നൊരു അർത്ഥം. ഒരു ചെറിയ കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്ത് യാതൊരു പേടിയും കൂടാതെ വളരെ സുലഭമായിട്ട് അമ്മയെടുത്ത് ചെന്ന് വിഹരിക്കുന്നു. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠതമമായ ദേവിയാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ അവരെ സമീപിക്കാം എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു അർത്ഥം. നിർഗുണം നിഷ്കളം എന്നൊക്കെ പരമാത്മാവിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിലും നാമപാരായണ പ്രീത എന്ന് ലളിതാ സഹസ്രനാമം ദേവിയെ സ്തുതിക്കുന്നു. നാമരൂപ വിവർജിതയായ ദേവി, പേരും ഗുണങ്ങളും ഒന്നുമില്ലെങ്കിലും ഒരു കൊച്ചു കുഞ്ഞ് വിളിക്കുമ്പോൾ അമ്മ ഓടിയെത്തുന്നത് പോലെ നമ്മുടെ അടുത്ത് ഓടിയെത്തുന്നു. അതുകൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ നാമം തന്നെ ശ്രീമാത എന്നാണ്. അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പദം പ്രയോഗം ചെയ്തിട്ടുള്ളത്. അനവധി നാമങ്ങൾ അമ്മ എന്നുള്ള വാക്ക് ശ്രീ ലളിതാ സഹസ്രനാമത്തിലുണ്ട്. മാത, ഐ, അംബ, അംബിക, ധാത്രി, ജഗദ്ധാത്രി, പ്രസു, വിയദാദി ജഗത്പ്രസു, വീരമാത, ജനനി, ജഗജ്ജനനി എന്നൊക്കെയുള്ള നാമങ്ങൾ അമ്മ എന്നുള്ള അർത്ഥം ഉള്ളതാണ്. മാത എന്നുള്ള നാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത്. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഒരമ്മ എത്രയോ പരിശ്രമിക്കുന്നു. പ്രസവിക്കുമ്പോഴും പ്രസവ സമയത്തുള്ള സർജറി മുതലായ സമയത്തും അത് കഴിഞ്ഞിട്ട് അത് വലുതാവുന്നത് വരെയും അമ്മയുടെ പ്രയത്നം അതിമഹത്താണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യരും രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷി മുതലായ വേദാന്തികൾ പോലും അവരുടെ അമ്മയെ ശുശ്രൂഷിക്കാൻ ബദ്ധശ്രദ്ധരായിരുന്നത്. ഒരു സാധാരണ അമ്മ നമ്മൾ ഈ ജന്മത്തുള്ള നമ്മുടെ സുഖസൗകര്യങ്ങൾ മാത്രം നോക്കുന്നു. നമുക്ക് ഭക്ഷണം തന്ന് നമ്മളെ പരിപോഷിപ്പിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച് ഇഹജന്മത്തിൽ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നു. പക്ഷേ ശ്രീ ലളിതാംബിക എല്ലാ ജന്മത്തും നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ ജന്മത്തും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഉന്നതിക്ക് വേണ്ടി അമ്മ പരിശ്രമിക്കുന്നു. അതുമാത്രമല്ല, ഈ സൃഷ്ടിയും അമ്മയും രണ്ടല്ല, കാര്യകാരണ ബന്ധം എന്നതിനെ പറയും. ഒരു ആഭരണങ്ങൾ ഉണ്ടാവാൻ കാരണം സ്വർണ്ണമാണ്. ഇതിൽ കാരണവസ്തു സ്വർണവും കാര്യവസ്തു ആഭരണങ്ങളുമാണ്. ഒരു കുടം ഉണ്ടാവാൻ കാരണം മണ്ണാണ്. കുടത്തിൻ്റെ കാരണവസ്തു മണ്ണും കാര്യവസ്തു കുടവും ആകുന്നു. പ്രപഞ്ചത്തിൽ കാര്യവും കാരണവും ദേവി തന്നെയാണ്. ഈ സ്ഥാവര ജംഗമാത്മകമായിട്ടുള്ള ജീവിക്കുന്നതും ജഡവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അമ്മയാണ്. ചിത് ശക്തി ചേതനാരൂപ ജഡശക്തി ജഡാത്മിക എന്നതിനെ പറയും. അതുകൊണ്ട് ഈ സൃഷ്ടിയും അതിനെ സൃഷ്ടിച്ച ദേവിയും രണ്ടല്ല.
എല്ലാവരെയും തൻ്റെ ആത്മവസ്തുവായിട്ട് ദേവി കാണുന്നു. അതുകൊണ്ടാണ് ജഗജ്ജനനി, ജഗന്മാത എന്നൊക്കെ അമ്മയെ നമ്മൾ വിളിക്കുന്നത്. ലളിതാ സഹസ്രനാമം എന്നുള്ള സ്തോത്രത്തിന് മുമ്പായിട്ട് നമ്മൾ ശ്രീ എന്നുള്ള ഒരു വിശേഷണം ചേർക്കുന്നു. അതുപോലെ മാതാ എന്നുള്ള പദത്തിന് മുമ്പേ ശ്രീ എന്നുള്ള ഒരു വിശേഷണം ചേർക്കുന്നു. ഇത് ഭാരത സംസ്കൃതിയുടെ ഒരു ഭാഗമാണ്. അനന്തശ്രീ വിഭൂഷിത എന്ന് നമ്മൾ സന്യാസിമാരെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട്. എണ്ണമറ്റ ഐശ്വര്യത്തോടു കൂടിയവർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ അവർക്ക് അതിനെ പറ്റിയിട്ട് വലിയ ജ്ഞാനമൊന്നുമില്ല. എങ്ങനത്തെ കുഞ്ഞാണ് ജനിക്കുക, എപ്പോഴാണ് ജനിക്കുക, അതിലൊന്നും അവർക്ക് നിയന്ത്രണമില്ല. പക്ഷേ ശ്രീമാത എന്ന് നമ്മൾ പറയാൻ കാരണം പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ഈ സൃഷ്ടി ഉണ്ടായിട്ടുള്ളത്. ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ ത്രിമൂർത്തികളും അവരുടെ കൃത്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരല്ല എന്ന് സൗന്ദര്യലഹരി പറയുന്നു. ശിവശക്ത്യായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നചേദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമപി. ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ സാക്ഷാത് പരമേശ്വരന് സ്പന്ദിക്കുവാൻ പോലും സാധിക്കില്ല എന്നാണ് സൗന്ദര്യലഹരി തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ സൃഷ്ടി ദേവിയുടെ പൂർണ്ണ ബോധത്തോടു കൂടി ഉണ്ടായതാണ്. സൃഷ്ടിക്ക് അതിൻ്റെ സ്ഥിതി, അതിനെ നോക്കുക, അതിനെ സംഹരിക്കുക എന്നൊക്കെയുള്ള കൃത്യങ്ങൾ ദേവി ത്രിമൂർത്തികളിലൂടെ ചെയ്യുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തെ പറ്റിയിട്ടുള്ള വ്യാഖ്യാനം വരുന്ന ദിവസങ്ങളിൽ ഇനിയും കാണാം.